പൊതുവിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നാളെ ക്യാബിനറ്റാണ് ഈ PM-ശ്രീ വിഷയം എങ്ങനെയാണ്? നാളത്തെ ക്യാബിനറ്റിൽ PM-ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ആയതുകൊണ്ടാണ് ഉപസമിതി ഞങ്ങൾ ഉപസമിതി ചർച്ച ചെയ്യുന്നു. കാര്യങ്ങൾ അത് പ്രകാരമുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. നിങ്ങൾ അതിൽ ധൃതി കൂട്ടല്ലേ, വരും, വൈകാതെ വരും. ഡൽഹിയിലേക്ക് പോവുകയാണെന്ന് അറിയുന്നു. കേന്ദ്രമന്ത്രിയെ നേരിട്ട് കാണുമ്പോൾ ഫണ്ടടക്കമുള്ള തുക നമുക്ക് ലഭ്യമാക്കണമെന്ന് പറയുന്നു. ഞാൻ ഇന്ന് ഡൽഹിയിൽ പോകുന്നത് PM-ശ്രീയുമായി ബന്ധപ്പെട്ടല്ല. ഡൽഹിയിൽ നാളെയും മറ്റന്നാളുമായി 2 യോഗങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് SSK ഫണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് വരാൻ പോകുന്ന ഇപ്പൊ 8ാം ക്ലാസ് വരെ നമ്മൾ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക്. അത് +2 തലം വരെ ഉയർത്താനുള്ള ഒരു പുതിയ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നുണ്ട്. അത് PM പോഷൻ എന്ന് പറയുന്ന പദ്ധതിയാണ്. അതിനെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ അതിന്റെ ഫണ്ട് ഷെയറിങ്ങും അതിന്റെ പാചക തൊഴിലാളികളുടെ വേതനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ അതൊക്കെ സംബന്ധിച്ച മറുപടി ഉണ്ട്. അത് തയ്യാറാക്കി അത് ചർച്ച ചെയ്യാൻ കൂടി വേണ്ടിയാണ്. PM പോഷനും SSK ഫണ്ടിന്റെ കാര്യങ്ങളും ചർച്ച ചെയ്യാനാണ് 2 ദിവസങ്ങളിലായി മീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റിന്റെ അവകാശങ്ങൾ ചോദിക്കാൻ, സംസാരിക്കാൻ ഒരു പുതിയ പദ്ധതി വരുമ്പോൾ അതിന്റെ വിശദാംശങ്ങളിൽ നമ്മുടെ നിർദ്ദേശങ്ങൾ വെക്കാൻ ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് ഡൽഹിക്ക് പോകുന്നത്. ഞാൻ ഇന്ന് ഡൽഹിക്ക് പോകുന്നതും PM-ശ്രീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അല്ല, അത് സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളെ കാണാനും സംസാരിക്കാനും അവസരം കിട്ടിയാൽ നമ്മൾ സംസാരിക്കും. SSK ഫണ്ടിന്റെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും PM-ശ്രീയുടെ കാര്യം അവർ തന്നെ ഇങ്ങോട്ട് പറയുമായിരിക്കും. അത് പറയുമ്പോ അപ്പോ നമ്മുടെ നിലപാട് പറയും. ഇപ്പോ നമ്മളൊരു നിലപാട് മുൻകൂട്ടി തീരുമാനിച്ചു പോകേണ്ട കാര്യം അതിലില്ല. കാരണം SSK ഫണ്ടും PM-ശ്രീയുമായിട്ട് ഒരു ബന്ധമില്ല. സത്യത്തിൽ അത് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായമാണല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ റിക്വസ്റ്റ്, നമ്മുടെ കേരളത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ, അതിനൊക്കെ വേണ്ടി ഞങ്ങൾ ശബ്ദിക്കും.